നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഇന്ന് ലോകമാസകലം ഏപ്രിൽ ഫൂളാണ്. വർഷത്തിൽ 365 ദിവസവും ഫൂളായി നടക്കുന്നവർക്ക് എന്ത് ഏപ്രിൽ ഫൂളല്ലേ. ലോകത്തെ ആരോ ഏപ്രിൽ ഫൂൾ കണ്ടുപിടിച്ചവർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ 364 ദിവസവും ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഓടി നടക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും സ്വയം ഫൂളായി ചിരിക്കാനുള്ള ദിവസം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഏപ്രിൽ ഫൂൾ ഉണ്ടാക്കി. വർഷത്തിൽ 365 ദിവസവും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഫൂളായി നടക്കുന്ന ആൾക്കാർക്ക് എന്തിന് പ്രത്യേക ഒരു ഏപ്രിൽ ഫൂളില്ലേ. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് അല്പം മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതൃഭൂമി ചാനലിൻ്റെ OB വാനിനകത്ത് നമ്മുടെ ബോൾഗാട്ടി ധർമ്മജൻ സംസാരിക്കുന്നു. ഇലക്ഷനെക്കുറിച്ചാണ്. വലിയ വലിയ കാര്യങ്ങൾ ഈ കൊച്ചുകുട്ടികൾ വലിയ വർത്താനം ചെറിയ വായിൽ വലിയ വർത്താനം പറയാടാ എന്ന് പറയുന്ന പോലെ ധർമ്മജൻ വലിയ വലിയ കാര്യങ്ങൾ പറയും. ഞാൻ ഇന്നിവിടെ ഇലക്ഷൻ പറയണം, നാളെ ഞാൻ പാലക്കാട്ട് പോകുന്നു, നമ്മുടെ ഇയാൾക്ക് വേണ്ടി രമേഷ് പിഷാരടിക്ക് വേണ്ടി പോകുന്നു, നല്ല തിരക്കിലാണ്. താങ്കൾക്ക് ഇത്തവണ എന്താ സീറ്റ് കിട്ടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജീവിതകാലം മുഴുവൻ മാറി നിൽക്കാൻ പോകണം. അതൊന്നുമല്ല, ഇത്തവണ മാറി നിന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അങ്ങനെയൊന്നും അല്ല ഞാൻ അറിഞ്ഞത്. KPCCക്ക് താങ്കളെ വേണ്ട എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം അത്രയും തലവേദന വരുത്തുന്നതുകൊണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ശരിയെന്ന് എനിക്കറിയില്ല. ഏതായാലും അവർ എന്താ പറയുക, രണ്ട് കൂട്ടരും ഒരു പാർട്ടിക്കാർ. എന്തായാലും ധർമ്മജൻ പാലക്കാട്ടേക്ക് പോവുകയാണ്. ഇന്നലെ മോഡി പാലക്കാട്ട് പോയതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ മോഡിയോളം ലെവലിൽ ധർമ്മജൻ പോവുകയാണ് നാളെ. എന്താവും നോക്കാം. നമസ്കാരം. സംവിധായകൻ PA ബക്കർ, നമ്മൾ മറക്കാറായിട്ടില്ല ആ വലിയ മനുഷ്യനെ. PA ബക്കർ എന്ന ബക്കർജിയെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന സഖാവ് P കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള സിനിമാ ചിത്രീകരണം നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ എൻ്റെ സിനിമാ സങ്കല്പം തന്നെ മാറി മറിഞ്ഞേനെ. പട്ടം വൃന്ദാവൻ കോളനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസമെങ്കിലും ബക്കർജിയുടെ സിനിമാ ചർച്ചകൾ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള പടിഞ്ഞാറേ കോട്ട എന്നാണ് പറയാറ്. അവിടെ ഒരു ഹോട്ടൽ സാരംഗ്. ഇപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ സാരംഗിൻ്റെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ സിന്ധുവിനോടോ മോനോടൊക്കെ പറയും, ആരോടെല്ലാം ചാൻസ് ചോദിക്കാൻ വന്ന ഹോട്ടലാണിതെന്ന് മക്കൾക്ക് അറിയാമെന്ന് ഞാൻ ചോദിക്കും. ഒരുപാട് വെയിൽ കൊണ്ട്, കാരണം ആട്ടോയിലൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത കിഴക്കേക്കോട്ട ഇറങ്ങിയിട്ട് ഷോർട്ട് കട്ട് ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടവഴി കറങ്ങി പോകാനുള്ള. അതിലേ നടന്ന് പൊരി വെയിലത്ത് തിളയ്ക്കുന്ന ടാറിലൂടെ നടന്ന് സാരംഗി പോയി ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പോകുമ്പോൾ ഒരിക്കലും സാരംഗിനെ ഞാൻ മറക്കില്ല. അപ്പോൾ പട്ടം വൃന്ദാവൻ കോളനിയിലാണ് അദ്ദേഹം താമസമെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ ഈ ഹോട്ടൽ സാരംഗിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. മറ്റൊരു സംവിധായകനും സാരംഗിലെ സ്ഥിരം അഭയാർത്ഥിയായിരുന്നു അകാലത്തിൽ മരിച്ചുപോയ മോഹൻ രൂപ്. അദ്ദേഹവും സാരംഗിലെ എന്താ പറയുക സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളായിരുന്നു. കുറച്ചു കാലം എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്താ പറയുക ഹോട്ടൽ സാരംഗിലെ മാനേജരായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ സാരംഗുമായി ബന്ധപ്പെടാൻ പറ്റിയത്. ആരുടെയെങ്കിലും കൂടെ ശിഷ്യനാകാൻ ചാൻസ് ചോദിച്ച് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അക്കാലത്ത്. എൻ്റെ ചേട്ടൻ സുന്ദരേശൻ എന്ന, ഞങ്ങളെല്ലാം അപ്പൻ ചേട്ടൻ എന്നാണ്, എല്ലാവരും അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പച്ചേട്ടനോട് ഒരിക്കൽ അമ്മ കണ്ടപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു. അവനോട് എന്നെ വന്ന് കാണാൻ അപ്പച്ചേട്ടൻ ചട്ടം കെട്ടി. കേൾക്കേണ്ട താമസം ഞാൻ സാരംഗിൽ ചെന്ന് അപ്പച്ചേട്ടനെ കണ്ടു. നിനക്ക് PA ബക്കറിനെ അറിയാമോ? അറിയാം.
എങ്ങനെ അറിയാം? ശാന്തിവിള സ്കൂളിൽ നിന്നും എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നേമത്തുള്ള ഭാസുര തിയേറ്ററിൽ കുട്ടികളെല്ലാം റോഡിൻ്റെ വലതുവശത്തുകൂടി നടത്തി ഒരു സിനിമ മാറ്റിനി ഷോ കാണിക്കുമായിരുന്നു. 25 പൈസ എന്തോ നമ്മൾ കൊടുത്താൽ മതി. 25 പൈസയാണെന്നാണ്, അത് 10 പൈസ 25 പൈസയാണ്. അങ്ങനെ കണ്ട ഒരു സിനിമ കബനി നദി ചുവന്നപ്പോഴായിരുന്നു. ബക്കർജിയുടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു ഊമ പടം എന്നാണ് ഞാൻ അന്ന് കബനി നദി കണ്ടപ്പോൾ വിചാരിച്ചത്. കബനി നദി ചുവന്നപ്പോൾ ബാസുര തിയേറ്ററിലെ മൂട്ടയുള്ള ബെഞ്ചിലിരുന്ന് കണ്ടപ്പോൾ സങ്കടവും വിഷമവും ഉറക്കവും ഒക്കെ വന്നു. ഒന്നും ആ പ്രായത്തിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു ചിത്രം. കാട്ടിലൂടെ ഒരുപാട് നടന്ന് ഒരാൾ ഊടുവഴിയിലൂടെ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ എതിരെ വരുന്ന ഒരു സ്ത്രീ ബ്രാസിയറിനുള്ളിൽ കൈയിട്ട് അതിൽ നിന്നൊരു പേപ്പർ, മടക്കിയ പേപ്പർ എടുത്ത് ഇയാൾക്ക് നീട്ടും. അത് വാങ്ങിയിട്ട് ചുറ്റിനും പേടിയോടെ പകച്ചു നോക്കിയിട്ട് അയാളത് വായിക്കും. വായിച്ച് തീർന്നാലുടൻ അത് ചുരുട്ടി കൂട്ടി തിന്നും. എന്നിട്ടൊന്നും പറയാതെ വന്ന സ്ത്രീയോട് ഒരു കാര്യവും പറയാതെ നടന്നു മറയും, കാട്ടിലേക്ക് നടന്നു മറയും. കുട്ടി മനസ്സായതുകൊണ്ട് അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നസീർ സാറിൻ്റെ പ്രേമവും പാട്ടും സ്റ്റണ്ടും കാണാനായി തയ്യാറെടുത്ത് ചെന്നതാണ് ബാസുരയിൽ. കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സിനിമ. ഞങ്ങൾ കൂട്ടുകാർ തിയേറ്ററിലെ ബെഞ്ചിൽ കിടന്നും ഇരുന്നും പാറ കളിച്ചുമൊക്കെ ആ സിനിമ തീർത്തു. അല്ല, സ്ക്രീനിലേക്ക് നോക്കിയില്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അപ്പൻ ചേട്ടൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഈ കക്ഷിയോടൊപ്പം നിനക്ക് വർക്ക് ചെയ്യണ്ടല്ലോ. അയ്യോ, അത് പറ്റില്ല, ഇദ്ദേഹത്തോടൊപ്പം ആയാലും മതി. ഞാനിപ്പോൾ തന്നെ ബക്കർ സാറിൻ്റെ മണിമുഴക്കം, ചുവന്ന വിത്തുകൾ, മണ്ണിൻ്റെ മാറിൽ, ചാരം ഒക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് ഞാനിപ്പോൾ. എന്നാ വാ എന്ന് പറഞ്ഞ് എന്നെ 1-ാം നിലയിലെ മൂലയിലുള്ള ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പച്ചേട്ടനാണ് കൊണ്ടുപോയത്. അവിടെ മുഷിഞ്ഞ മുണ്ടും കതറോ മസ്ലിനോ തുണിയിലുള്ള മുഷിഞ്ഞ ഒരു ജുബ്ബയും ധരിച്ച് സമൃദ്ധമായ തലമുടിയും സമൃദ്ധമായ താടിയുമൊക്കെയായി കണ്ടിട്ടില്ല എങ്കിലും അറിയാവുന്ന PA ബക്കർ എന്ന സംവിധായകൻ ഒരു മേശയ്ക്ക് മുന്നിലുള്ള കസേരയിലിരുന്ന് എന്തൊക്കെയോ വെട്ടലും തിരുത്തലും നടത്തുകയാണ്. വേറെ ആരുമില്ല ആ മുറിയിൽ. അപ്പൻ ചേട്ടനെ കണ്ടപ്പോഴേ ഞാൻ ആരാണെന്ന് ബക്കർജിക്ക് മനസ്സിലായി കാണും. സമൃദ്ധമായ ഒരു ചിരി ചിരിച്ചു. കട്ടിൽ ചൂണ്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇവൻ കബനി നദി കണ്ടപ്പോൾ ബക്കർജിയെ ശപിച്ചവനാണ്. ആ പ്രയോഗം അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹം എന്നാൽ ശാന്ത ശബ്ദമാണ്. എവിടുന്നാണ് കണ്ടത് എന്ന് ചോദിച്ചു. ശാന്തിവിള UP സ്കൂളിൽ നിന്നും കൊണ്ടുപോയി നേമം ബാസുര തിയേറ്ററിലാണ് കണ്ടത്. ഓ, അത് ശരി. കുട്ടിപ്രായത്തിൽ ഇഷ്ടപ്പെടാത്തതിന് കുറ്റം പറയാനായില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. അത് ബക്കർജി തന്നെ പറഞ്ഞു. അയ്യോ, അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് കാണാവുന്ന ഒരു സിനിമ അല്ലല്ലോ കബനി നദി ചുവന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അപ്പച്ചേട്ടൻ വീണ്ടും തുടർന്നു. ഇപ്പോഴുവൻ ചാരവും മണ്ണിൻ്റെ മാറലും ഒക്കെ കണ്ട് ബക്കർജിയുടെ ആരാധകനാണ്. അത് കേട്ടപ്പോൾ ആ കണ്ണുകളിൽ ഒരു അതിശയ ഭാവം എനിക്ക് ബോധ്യമായി. ഏതുവരെ പഠിച്ചു, വീട്ടിൽ ആരൊക്കെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം, എല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പുതിയ സിനിമ തുടങ്ങണം. പല വഴി ചർച്ചകൾ നടക്കുന്നു. നടന്നാൽ നടന്നെന്ന് പറയാം. സഖാവ് കൃഷ്ണപിള്ളയുടെ ജീവിതകഥയാണ്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇത്ര തന്നെ. സന്തോഷത്തോടെ ഞാൻ ഇറങ്ങി.
പിന്നെ സഖാവ് വിപ്ലവത്തിൻ്റെ ശുഭ്ര നക്ഷത്രത്തെപ്പറ്റി ഒരറിവും പിന്നെ കിട്ടിയില്ല. സാരംഗിൽ നിന്നും എൻ്റെ കഷ്ടകാലം കൊണ്ടായിരിക്കാം അപ്പച്ചേട്ടൻ അവിടുന്ന് മാറി. 2 തവണ അദ്ദേഹത്തെ അന്വേഷിച്ച് സാരംഗി ചെന്നു, സ്ഥലത്തില്ല. 1 തവണ പട്ടം വൃന്ദാവൻ കോളനിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരക്കി ചെന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിത മാത്രമേ അന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇല്ല, യാത്രയിലാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയുന്നത് സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം ഷൂട്ടിംഗ് തുടങ്ങുന്നു. ലംബോ എന്ന ടെലിഫിലിമിൽ അഭിനയിച്ച കഴക്കൂട്ടംകാരൻ പ്രേംകുമാറാണ് കൃഷ്ണപിള്ള ആവുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് സ്വിച്ച് ഓൺ. സാക്ഷാൽ ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് സ്വിച്ച് ഓൺ. സഖാവ് EMS അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ VS അച്യുതാനന്ദനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹപാഠി, എൻ്റെ അയൽവക്കക്കാരൻ നേമം പുഷ്പരാജ് ആദ്യമായി കലാസംവിധായകനാകുന്ന ചിത്രമാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്നും ഞാൻ അറിഞ്ഞു. പത്രക്കാരനായി സ്വിച്ച് ഓണിന് ചെന്നു. സഖാവ് EMSനെ ആദ്യമായി നേരിക്കാണുന്നു. ഗംഭീരമായ തുടക്കം. ചിത്രം മുടങ്ങി. പ്രേംകുമാറിന് കുറച്ചധികം പബ്ലിസിറ്റി കിട്ടി എന്നത് മാത്രമായിരുന്നു മിച്ചം. അന്ന് ചിത്രാഞ്ജലിയിൽ വച്ച് പത്രക്കാരനായി പരിചയപ്പെട്ട ബന്ധം വച്ച് ഞാൻ തിരക്കഥ എഴുതിയ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞ സീരിയലിൽ, ദൂരദർശൻ്റെ സീരിയലിൽ പ്രേംകുമാറിനെ ഒരൊറ്റ സീനിൽ തൊഴിലാളി നേതാവായി ക്ഷണിക്കുന്നു. പ്രേമൻ വന്ന് വെള്ളായണി കായലിലെ വലിയ തോടിന് കുറുകെയുള്ള, വലിയ തോടിനെ പറയുന്നത് കണ്ണാലിച്ചാലെന്നാണ്, കണ്ണാലിച്ചാലിന് കുറുകെയുള്ള പാലത്തിന് മുന്നിൽ ഒരു സന്ധ്യയ്ക്ക് പ്രേമൻ അഭിനയിച്ചു. ആ ദൃശ്യങ്ങൾ പിന്നീട് വലിയ ക്യാമറാമാനായി വളർന്ന അഴകപ്പൻ ചിത്രീകരിച്ചു. അദ്ദേഹം അന്ന് ദൂരദർശനിലെ ക്യാമറാമാനാണ്. അദ്ദേഹമാണ് കുഞ്ഞമ്മയും കൂട്ടുകാരുടെ ക്യാമറാമാൻ. ആ വലിയ തോടിനെ കണ്ണാലിച്ചാലെന്ന് ഞങ്ങൾ നാട്ടുകാർ വിളിച്ചു പോകുന്നതാണ്. കണ്ണാലിച്ചാലിൻ്റെ കുറുകെയുള്ള പാലം വർഷങ്ങൾക്ക് ശേഷം കിരീടം സിനിമയിലെ ഒരു പ്രധാന ലൊക്കേഷനായി മാറി. അങ്ങനെ കണ്ണാലിച്ചാലിന് കിരീടം പാലം എന്ന പേര് വീഴുന്നു. ഇന്ന് അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ശനി ഞായറൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ കിരീടം പാലത്തിൽ കാറ്റുകൊള്ളാൻ വരുന്നത്. നനച്ചിരിക്കാതെ ഒരു നാൾ 1993 നവംബർ 22 53 വയസ്സിൽ ബക്കർജി മരിച്ചു. മാക്ട എന്ന സാംസ്കാരിക സ്ഥാപനം ജന്മം കൊണ്ടിട്ട് അധികം കാലം ആയിട്ടില്ല. ബക്കർജിയുടെ ഭൗതിക ശരീരം നാടായ കൊടുങ്ങല്ലൂരിലേക്കല്ല കൊണ്ടുപോയത്, തൃശ്ശൂരിലേക്കാണ്. അവരുടെ കുടുംബം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ എറണാകുളത്ത് നിർത്തി സിനിമാക്കാർ അദ്ദേഹത്തെ റീത്ത് വെച്ച് ആദരിക്കാനായി നിശ്ചയിച്ചു. മൊബൈലൊന്നും വരാത്ത കാലമാണ്. തിരുവനന്തപുരത്തു നിന്നും തിരിച്ച സമയം വച്ച് എറണാകുളത്ത് എത്തേണ്ടത് കണക്കാക്കി. ഏതാണ്ട് 7-നും 8-നും ഇടയിൽ എറണാകുളത്തെത്തും. ജോൺ പോളും കല്ലു ഡെന്നീസും ഒന്നും ആ ദിവസങ്ങളിൽ സ്ഥലത്തില്ല. മാക്ടയുടെ ചെയർമാനായ KG ജോർജ് അക്കാലത്ത് തലസ്ഥാനത്താണ് താമസിക്കുന്നത്. അദ്ദേഹം പട്ടത്ത് പോയി ബക്കർജിയെ കണ്ടു. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഷിബു ചക്രവർത്തി, സാബു പ്രൗദ തുടങ്ങിയ മാക്ടയിലെ യുവ നേതാക്കൾ റീത്ത് വയ്ക്കാൻ ഞങ്ങൾ വച്ചോളാം എന്ന് ഏറ്റെടുത്തു. എറണാകുളം ഷേണായിസ് തിയേറ്ററിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഫിലിം ചേംബറിൻ്റെ മുന്നിൽ മേശയും വിരികളും എല്ലാം സജ്ജമാക്കി. റീത്തുകളൊക്കെ വാങ്ങിവെച്ചു. സമയം എഴഞ്ഞെഴിഞ്ഞ് നീങ്ങി. 7-8ലേക്കും 8-9ലേക്കും 9-10ലേക്കും 10-11ലേക്കും എന്ന് പറഞ്ഞ് വെക്കൊണ്ടേയിരുന്നു. ബക്കർജിയെ കാണാനായി കാത്തു നിന്നവർ ഓരോരുത്തരായി ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിഞ്ഞു. അവസാനം വെളുപ്പാങ്കാലമായപ്പോൾ ചുള്ളിക്കാടും റീത്തും മാത്രമായി ബാക്കി. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും
ബക്കറിനെയും കൊണ്ട് ആരും അതുവഴി വന്നില്ല. ട്രാഫിക് ബ്ലോക്ക് കാരണം വഴിയിൽ സമയം വൈകിയതിനാൽ ആംബുലൻസ് എറണാകുളത്ത് ബൈപ്പാസ് വഴി എടപ്പള്ളി വഴി കൊടുങ്ങല്ലൂരിൽ തൃശ്ശൂരിലേക്ക് വച്ചു വിട്ടു. കാത്തു നിൽക്കുന്നവരെ അറിയിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. 7-ാം യാമത്തിൽ മാക്ടയുടെയൊക്കെ പേരെഴുതി ഒട്ടിച്ച റീത്തുമായി കാത്തിരിക്കുന്ന ചുള്ളിക്കാട് വെറുതെ ആലോചിച്ചു, ഇനി എന്ത് ചെയ്യണം? ബക്കർജിക്ക് ജീവൻ വച്ച് തലസ്ഥാനത്തേക്ക് തിരിച്ചു മടങ്ങിക്കാണോ? കബനി നദിയിലെ നായകൻ ടി വി ചന്ദ്രനും നിർമ്മാതാവ് പൗത്രനും പരിവാരങ്ങളും എല്ലാം ചേർന്ന് ബക്കറിനോടൊപ്പം വല്ല കള്ള് ഷാപ്പിലും കയറി കാണുമോ? അക്കാലത്ത് ചുള്ളിക്കാടും ലഹരിയുടെ ആസ്വാദകനാണ്. ഇനി പ്രതീക്ഷിക്കേണ്ട, സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോയി, വിജനമായ റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബക്കർജിക്ക് വയ്ക്കാനായി വാങ്ങിയ ഈ റീത്ത് എന്ത് ചെയ്യും എന്ന് ചുള്ളിക്കാട് ആലോചിച്ചു. അവിടെ ചേമ്പറിൻ്റെ മുന്നിൽ മേശപ്പുറത്ത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം അനാഥമായി ബക്കർജിക്ക് വയ്ക്കേണ്ട റീത്തുകൾ കിടന്നാൽ അതൊരു അഭംഗിയാണെന്ന് മാത്രമല്ല, ഏതെങ്കിലും പത്രക്കാരൻ മണത്തറിഞ്ഞ് വന്ന് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോയാൽ പിറ്റേ ദിവസം വെണ്ടയ്ക്ക വലിപ്പത്തി അടിച്ചു വരില്ലേ, ബക്കർജി അനാദരിച്ചു എന്നൊക്കെ പറഞ്ഞ് വരാം. അല്ല, ഇനിയിപ്പോൾ ഈ റീത്ത് മാറ്റി വീട്ടിൽ കയറി ചെന്നാൽ ഭാര്യ വിജയലക്ഷ്മി ചവിട്ടി പുറത്താക്കും. ചുള്ളിക്കാട് ശരിക്കും വിഷമവൃത്തത്തിലായി. ഒടുവിൽ ആ തീരുമാനം ചുള്ളിക്കാട് എടുത്തു. റോഡ് സൈഡിലൂടെ പോകുന്ന ഓടയുടെ സ്ലാബ് ഇളക്കി റീത്ത് അതിനുള്ളിൽ മറവ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കൊച്ചി വെളുപ്പാങ്കാലത്ത് ഓടയുടെ സ്ലാബ് ഇളക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ ഏതോ തൂപ്പുകാരനാകുമെന്ന് അതുവഴി പോയ നൈറ്റ് പെട്രോൾ പോലീസുകാർ കരുതി. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് പാതിരാത്രിയല്ല, നേരം വെളുക്കാറായി സ്ലാബ് വലിച്ചു പൊളിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല. വിചാരിച്ച് കോർപ്പറേഷൻ്റെ ആരോ അവിടെ എന്തോ തടഞ്ഞു പോയതുകൊണ്ട് അതൊക്കെ ശരിയാക്കാനായിട്ട് സ്ലാബ് വലിച്ചു പൊളിക്കുകയാണെന്ന് വിചാരിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചുള്ളിക്കാട് കവിയാണ്, അതൊന്നും ആരും ചിന്തിച്ചില്ല. സ്ലാബ് നീക്കി റീത്തിനെ അതിനകത്ത് അടക്കി ചുള്ളിക്കാട് തൻ്റെ വാസസ്ഥലത്തെത്തുമ്പോൾ ആകാശത്ത് കാക്കകൾ പറന്നു തുടങ്ങിയിരുന്നു. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, P.A. ബക്കർ നിർമ്മിച്ച സിനിമയിലെ നായിക ഉഷാനന്ദിനിയായിരുന്നു. ചിത്രം ഓളവും തീരവും. പടം മനോഹരമായിരുന്നു. പക്ഷേ അക്കാലത്തെ പ്രേക്ഷകർ ഓളവും തീരത്തിന് സ്വീകരിച്ചില്ല. സാമ്പത്തികമായി ബക്കർ പ്രശ്നങ്ങളിലായി. അതറിഞ്ഞ ഉഷാനന്ദിനി ബക്കറിന് തൻ്റെ വീട്ടിൽ അഭയം നൽകി. കോടമ്പക്ക സിനിമാക്കാർ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി ഇരുവരും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടോ എന്ന്. ഉഷാനന്ദിനിയോ ബക്കറോ അത് വകവച്ചില്ല. ബക്കറിനെ പറ്റി പറയണമെങ്കിൽ നിരവധി അനുഭവങ്ങൾ പറയാനാവും. വലിയ വിദ്യാഭ്യാസമൊന്നും കിട്ടിയ ആളല്ല ബക്കർ. എന്നാൽ മോശമല്ലാത്ത ചുറ്റുപാടുള്ള കുടുംബവുമായിരുന്നു. നവോത്ഥാന നായകർ കേരളത്തിൽ നടത്തിയ സമരപഥങ്ങളിലൂടെ യാഥാസ്ഥിതിക ജീവിത പാരമ്പര്യത്തിൻ്റെയും അത്തരം ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെയും കാലുകളിലെ മണ്ണലിച്ചു തുടങ്ങിയ കാലത്താണ് ബക്കറിൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ആകാം ബക്കർ എന്ന മനുഷ്യനെ, കലാകാരനെ പരുവപ്പെടുത്തിയതിൽ വലിയ പങ്ക് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ചു. കുന്നംകുളത്തിനടുത്ത് കാണിപ്പയ്യൂരിലെ പേങ്കോട് വീട്ടിൽ അഹമ്മദ് മുസ്ലിയാരുടെയും ഫാത്തിമയുടെയും 9 മക്കളിൽ അവസാനത്തെ ആളായിരുന്നു, 9ാമനായിരുന്നു ബക്കർ. 4 സഹോദരന്മാരും 4 സഹോദരിമാരും. ഏറ്റവും ഇളയവൻ എന്നുള്ളൊരു കൺസെഷൻ ബക്കറിന് കിട്ടിയിരുന്നു. ബക്കറിന് 1.5 വയസ്സുള്ളപ്പോൾ ബാപ്പ മരിച്ചു. അച്ഛൻ്റെ മരണശേഷം കുടുംബം തൃശ്ശൂരിലേക്ക് പറിച്ചു കേട്ടു. കുടുംബത്തിന് ബിസിനസ്സായിരുന്നു. ചിലർ സിംഗപ്പൂരിൽ കച്ചവടക്കാരായിരുന്നു. മുസ്ലിം പുരോഹിതന്മാരോട് ബക്കറിൻ്റെ കുടുംബം വലിയ വിധേയത്വം പുലർത്തുന്നവരായിരുന്നു. പക്ഷേ ബക്കർ അത്തരം ഒരു ബന്ധത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ല. പുരോഹിതന്മാരുടെ അസ്വാഭാവിക പെരുമാറ്റങ്ങളും ബക്കറിനെ അസ്വസ്ഥമാക്കിയിരുന്നു.
പുരോഹിതന്മാരോടുള്ള അറപ്പ് സ്വന്തം മതത്തോടും മതത്തിലുള്ള അനുഷ്ഠാനങ്ങളോടും നീണ്ടു. കുട്ടിക്കാലം മുതൽ മതവിരോധിയായി അദ്ദേഹം ജീവിച്ചു. ബക്കർ കുറിച്ച ഒരു വാചകമുണ്ട്: മറ്റുള്ള പലർക്കും ഉണ്ടായ അനുഭവങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ എത്രയോ നിസ്സാരം. അപ്പോൾ അദ്ദേഹത്തിനും അനുഭവങ്ങളുണ്ട്. എത്ര ബലാത്കാരങ്ങൾ, കൊലപാതകങ്ങൾ, മാനഭംഗപ്പെടുത്തലുകൾ. ഭക്തിയുടെയും മതത്തിൻ്റെയും മറവിൽ ഇവിടെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്ത ഒരുവനായി തീരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇത്തരം അനുഭവങ്ങളാകാം എന്നാണ് ബക്കർജി പറയുന്നത്. ബക്കർജിയുടെ ചില കുസൃതികൾ കൂടി പറയാം. രാമു കാര്യട്ടും പി ഭാസ്കരനും ചേർന്നാണല്ലോ നീലക്കുയിൽ എന്ന് പറഞ്ഞ ദേശീയ അവാർഡ് കിട്ടിയ, മലയാളത്തിന് ആദ്യമായി വെള്ളി മെഡൽ കിട്ടിയ സിനിമ എടുത്തത്. ആ സിനിമയിൽ നീലക്കുയിലിൽ ബക്കർ ഒരു പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു, ചായയും ആഹാരവും ഒക്കെ കൊടുക്കുന്ന ജോലിക്കാരൻ. മുടിയനായ പുത്രനായപ്പോൾ സെറ്റിലെ ആളിനാളായി മാറി ബക്കർ. ചെമ്മീൻ എടുക്കുന്ന സമയത്ത് ബക്കർ പ്രൊഡക്ഷൻ മാനേജരായി. ഓളവും തീരവും അവളും അദ്ദേഹം നിർമ്മിച്ച സിനിമകളായി. ഓളവും തീരവും അവളും. കബനി നദി ചുവന്നപ്പോൾ ആയപ്പോഴേക്കും അദ്ദേഹം സംവിധായകനായി മാറി. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ ബക്കർജിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറിവിൻ്റെ ഭണ്ഡാരമായിരുന്നു. മദ്രാസ് വാസത്തിനിടയിൽ ബക്കർജിയുടെ തലയിൽ ഒരാശയം ഉദിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്നവരൊക്കെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാർ, ഭാഗ്യം തേടുന്നത് സിനിമാ നഗരമായ കോടമ്പക്കത്തായിരിക്കുമല്ലോ. ഏതാണ്ടെല്ലാം സിനിമാ സ്വപ്നവും ദാരിദ്ര്യവാസികളും ആയിരുന്നു. ജോൺ അബ്രഹാം അടക്കം ആ ടീമിലുണ്ടായിരുന്നു. ഇവർക്ക് താമസിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെയായി പൂന നിവാസികൾക്കായി, അല്ലെങ്കിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കായി അദ്ദേഹം പൂന ഹൗസ് എന്നൊരു കെട്ടിടം തന്നെ ഒരുക്കി വെച്ചു. ജോൺ അബ്രഹാമും രാമചന്ദ്ര ബാബുവും എഡിറ്റർ രവിയും KG ജോർജും M ആസാദും ബാലു മഹേന്ദ്രയും നടൻ പ്രഭാകറും അടക്കം ഒരുപാട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതികൾ ഈ പറഞ്ഞ പൂന ഹൗസിൽ അന്തേവാസികളായി. ഇവർക്കൊക്കെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിച്ച പരിശീലനം ഒന്നും ബക്കർജിക്ക് ഇല്ലായിരുന്നുവെങ്കിലും അവരുടെ ഇടയിലെ ബുദ്ധിജീവി താടിക്കാരനായി ബക്കർജി മാറി. മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സത്യജിത്രയുടെ അടക്കം നല്ല സിനിമകളൊക്കെ ബക്കർജി കണ്ടിരുന്നു. മലയാളത്തിലെ എല്ലാ നല്ല പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിരുന്നു എന്നതും അദ്ദേഹത്തിന് കരുത്തേകി. കലയെ കച്ചവട ചരക്കാക്കരുത് എന്ന കടുംപിടുത്തക്കാരനായിരുന്നു PA ബക്കർ. സിംഗപ്പൂരിലുണ്ടായിരുന്ന ജ്യേഷ്ഠൻ നൽകിയ പണവുമായാണ് ബക്കർജി ഓളവും തീരവും നിർമ്മിക്കാനിറങ്ങിയത്. റോസി എന്ന ഓടാത്ത ഒരൊറ്റപ്പടം സംവിധാനം ചെയ്ത PN മേനോനെ സംവിധായകനായി നിശ്ചയിച്ചു. മേനോൻ ചിത്രകാരനാണ് എന്നതായിരുന്നു സംവിധാനം ഏൽപ്പിക്കാനുള്ള പ്രധാന കാരണം. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി എന്ന ഒറ്റ ക്രെഡിറ്റുള്ള മങ്കട രവിവർമ്മയെ ഛായാഗ്രാഹകനാക്കി ഓളവും തീരത്തിൻ്റെ. സ്റ്റുഡിയോ സെറ്റുകളിൽ തടയ്ക്കപ്പെട്ട മലയാള സിനിമയെ ഔട്ട്ഡോറിൽ എത്തിച്ച ആദ്യ സിനിമയായി ഓളവും തീരവും. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് അവിടെ സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് ചിത്രീകരിച്ച സിനിമയായിരുന്നു ഓളവും തീരവും. സ്റ്റണ്ട് മാസ്റ്റർക്ക് കൊടുക്കാൻ കാശില്ലാത്തതിനാൽ മധുസാറിനും ജോസ് പ്രാജ് സാറിനും ജിൻ വാങ്ങിക്കൊടുത്ത് ഫിറ്റാക്കി സ്വാഭാവികമായ നാടൻ തല്ല് നടത്തി ചിത്രീകരിച്ച സിനിമയായിരുന്നു ഓളവും തീരവും. ഇനി ഓളവും തീരവും കാണുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ജോസ് പ്രാജും മധുവുമായിട്ടുള്ള സ്റ്റണ്ട് ഒരു ഫൈറ്റ് മാസ്റ്ററും ഇല്ലായിരുന്നു. പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് വയ്ക്കാത്തത്. അവർക്ക് കുറച്ച് ജിന്ന് വാങ്ങിച്ചു കൊടുത്ത് ഫിറ്റാക്കിയിട്ട് അടിച്ചോളാൻ പറഞ്ഞു. നല്ല പടപടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാത്ത MT വാസുദേവൻ നായരാണ് ഓളവും തീരവും എഴുതിയതും. രസകരമായ സംഗതിയാണ്. അദ്ദേഹം അങ്ങനെ ആർക്കും പിടികൊടുക്കുന്ന ആളല്ലല്ലോ.
കലാസംവിധാനത്തിൽ നിന്നും പോസ്റ്റർ ഡിസൈനിങ്ങിൽ നിന്നും അവധിയെടുത്ത് PN മേനോൻ റോസി എടുത്തു. നല്ല പേര് കിട്ടി, പക്ഷേ പടം ഓടിയില്ല. അല്ലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളം എന്നുള്ള പാട്ട്, മനോഹരമായ ജോബ് മാസ്റ്ററിൻ്റെ പാട്ട് റോസിയിലാണ്. ഇനി എന്ത് എന്ന് വഴിമുട്ടിയിരിക്കുമ്പോഴാണ് ഒരു നാൾ ബക്കർ മേനോൻ സാറിനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നത്. അപ്പോൾ അവർ നല്ല കമ്പനിയൊന്നുമില്ല, ജസ്റ്റ് പരിചയമുണ്ട് എന്ന് മാത്രം. ഒരു പടം ചെയ്യണ്ടേ എന്ന ആഗതൻ്റെ ചോദ്യം കത്തിക്കാളുന്ന തീയിൽ ഒരു കുടം വെള്ളം ഒഴിച്ച പോലെ സുഖമുള്ളതായിരുന്നു ആ ചോദ്യമെന്നാണ് മേനോൻ സാർ പറഞ്ഞിട്ടുള്ളത്. കോംപ്രമൈസ് ഒട്ടുമില്ലാത്തൊരു പടം എടുക്കാം. അതിന് പറ്റിയ ഒരു കഥ വേണം. നമുക്ക് MG സമീപിച്ചാലോ? മുറപ്പെണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ്, അസുരവിത്ത് തുടങ്ങിയ സിനിമകൾ MG എഴുതി കഴിഞ്ഞ കാലമാണ്. പൂന ഹൗസിലെ അന്തേവാസിയായ M ആസാദിനായി പകൽക്കിനാവ് എഴുതിയ MG നമ്മളെ തഴയാൻ ഇടയില്ല എന്ന് ബക്കർ തന്നെ പറഞ്ഞു. രാമു കാര്യാട്ടിൻ്റെ ഗ്യാങ്ങിലുള്ള ശോഭന പരമേശ്വരൻ നായരാണല്ലോ ആ ഗ്യാങ്ങിലെ പ്രധാനി, അദ്ദേഹമാണല്ലോ. MGയെ തിരക്കഥാകൃത്താക്കിയതും ശോഭന പരമേശ്വരൻ നായരാണ് മുറപ്പെണ്ണിലൂടെ. പരമോണ്ണനുമായി രാമു കാര്യാട്ടിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബക്കറിന് നല്ല ബന്ധുവുണ്ട്. MG എഴുതിയതെല്ലാം പരമോണ്ണൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ തിരഞ്ഞെടുക്കാൻ പരമോണ്ണന് തന്നെ വിടാം എന്നവർ തീരുമാനിച്ചു. ഒരു സുഹൃത്തിൻ്റെ കാർ ഒപ്പിച്ചു. മദ്രാസിൽ നിന്നും PN മേനോനും ബക്കറും കൂടി നേരെ വച്ച് പിടിച്ചു തൃശ്ശൂർക്ക്. വന്ന വഴി തന്നെ ശോഭന സ്റ്റുഡിയോയിലേക്ക് എത്തി. ആഗമന ഉദ്ദേശം പറഞ്ഞു. പരമോണ്ണനും തർക്കമൊന്നുമില്ല. അദ്ദേഹം കൂടി കാറ് കയറി മൂവരും കൂടി നേരെ കോഴിക്കോട്ടേക്ക്. മേനോൻ ആദ്യമായി MGയെ കണ്ടത് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വൈകുന്നേരം മാതൃഭൂമിയിലെ പണി കഴിഞ്ഞിറങ്ങിയ വാസുവിനെ പരമു ഞാനും ബക്കറും താമസിക്കുന്ന റൂമിലെത്തിച്ചു. കറുത്ത കരയുള്ള മുണ്ടെടുത്ത സിമ്പിൾ സ്ലാക്ക് ധരിച്ച ഒരു മനുഷ്യൻ. ഞാൻ മനസ്സിൽ കരുതിയ MG തന്നെ. ഞാൻ MGയെ സ്വീകരിച്ചിരുത്തി കുശല പ്രശ്നങ്ങൾ നടത്തി. ഞാൻ ബക്കറും ഒരു ഭാഗത്തിരുന്നു, നിശബ്ദരായി. പരമവും MGയും അവരുടെ സ്വകാര്യങ്ങൾ പറയുകയാണ്. അവർ ബന്ധുക്കളെ പോലെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വ്യക്തിപരമായി ഞങ്ങൾക്ക് പരിചയമില്ല എങ്കിലും ചിരിക്കാത്ത MGയുടെ മുഖത്ത് എന്നോട് ഇഷ്ടമുള്ളത് കാണാനായി എന്നാണ് PN മേനോൻ പറയുന്നത്. തിരക്കഥ എഴുതാമെന്ന് സമ്മതിച്ച് വാസു പിരിഞ്ഞു. മേനോനെ പറ്റിയും ബക്കറെ പറ്റിയും പരമോണ്ണൻ നല്ലൊരു ചിത്രം MGക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തം. MG അദ്ദേഹത്തിൻ്റെ സ്ഥിരം വാസസ്ഥലമായ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലിരുന്ന് ഓളവും തീരത്തിൻ്റെ തിരക്കഥ എഴുതി. സിംഗപ്പൂരിലുള്ള ചേട്ടൻ നൽകിയ തുകയും പാലക്കാട്ടുള്ള ഒരു സുഹൃത്ത് നൽകിയ 10,000 രൂപയും വീടിൻ്റെ ആധാരം പണയം വെച്ച് കിട്ടിയ തുകയുമൊക്കെ ആയിട്ടാണ് സിനിമ നിർമ്മിക്കാൻ സംവിധായകന് എല്ലാ സ്വാതന്ത്ര്യം നൽകി ഷൂട്ടിംഗ് തുടങ്ങിയത്. പെരിയാറിൻ്റെ തീരത്തും കല്ലായി പുഴയുടെ തീരത്തും ഒക്കെ ആയിരുന്നു ചിത്രീകരണം. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ രാത്രിയിലെ ബക്കറും മേനോനും എവിടെയെങ്കിലും പോയിരിക്കും. സീനുകളെക്കുറിച്ച് പരസ്പരം തർക്കിക്കും, പിന്നെ മിണ്ടാതിരിക്കും. ഓളവും തീരവും അല്ലാത്തൊരു ലോകം ഇരുവർക്കും അക്കാലത്തുണ്ടായിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധികളിൽ പല ദിവസങ്ങളിലും ചിത്രീകരണം നടന്നില്ല. 1969 ഡിസംബർ 31 ഓളവും തീരവും സെൻസർ ചെയ്തു. വിമല ഫിലിംസ് വിതരണത്തിനെടുത്തു. അക്കാലത്തെ വലിയ വിതരണ കമ്പനിയായിരുന്നു വിമല ഫിലിംസ്. 1970 മികച്ച ചിത്രമായി KA ദാമോദരൻ ചെയർമാനായിട്ടുള്ള സിനിമാ നിരൂപകൻ കോഴിക്കോടനും കവിയൂർ രവിയും അടക്കം 11 അംഗ ജൂറി ഓളവും തീരത്തിനെ തിരഞ്ഞെടുത്തു ഏറ്റവും നല്ല ചിത്രമായിട്ട്. രണ്ടാമത്തെ നല്ല ചിത്രമായി തിരഞ്ഞെടുത്തത് മധു ആദ്യമായി സംവിധാനം ചെയ്ത പ്രിയ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. മൂന്നാമത്തെ ചിത്രമായി ഈ കമ്മിറ്റി തിരഞ്ഞെടുത്തത് അരനാഴിക നേരവുമായിരുന്നു.
തിരക്കഥാകാരൻ്റെ അവാർഡ് MTക്കും കിട്ടി. ഛായാഗ്രഹണത്തിൻ്റെ അവാർഡ് മങ്കട രവിവർമ്മയും ഈ പറഞ്ഞ സിനിമയിലൂടെ നേടി. ബക്കർ വിവാഹം കഴിച്ചതും ഇതുപോലെ ഒരു കൗതുകകരമായ രംഗമായിരുന്നു. ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ് മുസൽമാനായ ബക്കർജി കല്യാണം കഴിച്ചത്. ലവ് ജിഹാദൊന്നും അന്ന് വന്നിട്ടില്ല. അതും ജീവിതത്തിൻ്റെ മധ്യാഹ്ന കാലത്ത്. എറണാകുളം മുളന്തുരുത്തിക്കാരിയാണ് അനിത. PM ജോണിൻ്റെയും സൂസൻ്റെയും മകൾ. സെൻറ്റ് തെരാസിസിലെ പഠനശേഷം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായി ഇരിക്കുമ്പോഴാണ് അനിത ബക്കർജിയെ പരിചയപ്പെടുന്നത്. ഒരു സിനിമാക്കാരനെ പോലും അതുവരെ അനിതയ്ക്ക് അറിയില്ല. സിനിമാ വാരികൾ വായിച്ചിട്ടേയില്ല. സിനിമ കാണൽ പോലും വിരളമാണ്. ബക്കറിനെ പരിചയപ്പെട്ടപ്പോൾ, സംസാരിച്ചപ്പോൾ ഒരു ആകർഷണം തോന്നി അനിതയ്ക്ക്. 26 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഇരുവരുമായിട്ടുണ്ട്. മാനസികമായി ഉണ്ടായ അടുപ്പം അമ്മയോട് അനിത പറയുമ്പോൾ അമ്മയ്ക്ക് അത്ഭുതം. ഇത്രയും വലിയൊരു കലാകാരനുമായിട്ട് എൻ്റെ മോൾക്ക് സൗഹൃദമോ എന്നായിരുന്നു അവരുടെ അത്ഭുതം. 1984 അനിത ബക്കറിനോടൊപ്പം സഹയാത്രിയായി. ഞാൻ നേരത്തെ പറഞ്ഞ സാരംഗ് ഹോട്ടലിൽ ബക്കറുമായി ജീവിതം തുടങ്ങി. താലികെട്ട് പോലുള്ള ഒന്നും ഉണ്ടായില്ല. രജിസ്റ്റർ പോലും ചെയ്തില്ല. ഞങ്ങളായിരിക്കും കേരളത്തിലെ ആദ്യത്തെ ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചവരെന്ന് ബക്കർ പലപ്പോഴും പറഞ്ഞു ചിരിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററാണ് ഇങ്ങനെ നടന്നാൽ പോരാ, വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധിച്ചത്. ദേവരാജൻ മാഷിന് പ്രിയപ്പെട്ടവനായിരുന്നു ബക്കർജി. ഇപ്പോൾ ഓളവും തീരവും എന്ന് പറഞ്ഞ് അദ്ദേഹം നിർമ്മിച്ച സിനിമയുടെ പാട്ടുകൾ ചെയ്തത് MS ബാബുരാജായിരുന്നു. പക്ഷേ ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ്, നിങ്ങൾ ഇനി ഓളവും തീരവും കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് നടത്തിയിരിക്കുന്നത് ദേവരാജൻ മാഷാണ്. ബക്കർ തൻ്റെ ഗുരുനാഥനായിട്ടാണ് ദേവരാജൻ മാഷിനെ കണ്ടിരുന്നത്. അതിനാൽ തന്നെ എതിർപ്പൊന്നും പറയാതെ പോയി രജിസ്റ്റർ ചെയ്തു വിവാഹം. സാരംഗിൽ നിന്നും വിവാഹം കഴിഞ്ഞതോടെ പട്ടം വൃന്ദാവൻ കോളനിയിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ബക്കർ അനിതയെ സിനിമാക്കാരിയാക്കി. 1989 ബക്കർ ചെയ്ത തമസോമ ജ്യോതിർഗമയ എന്ന ഡോക്യുമെൻ്ററിയിൽ അനിത സഹസംവിധായികയായിരുന്നു. സ്റ്റുഡിയോകളിലും സെറ്റുകളിലുമൊക്കെ അനിതയെ കൂട്ടി ബക്കർ ഒപ്പം. ഇരുവരുടെയും ജീവിതത്തിൻ്റെ വസന്തകാലം അപ്പോഴായിരുന്നു. CPI നേതാവ് CK ചന്ദ്രപ്പൻ്റെ ഭാര്യ ബിലു റോയ് ചൗധരിയുടെ നിരന്തരമായ പ്രേരണയിൽ ദ പാട്രിയറ്റ് എന്ന പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ അനിത ജോലിക്കാരിയായി. ഇക്കാലത്ത് KK സുധാകരൻ്റെ സ്നേഹിത എന്ന കഥ ടെലിഫിലിമാക്കാൻ അനിത പ്ലാനിട്ടു. ടെലിഫിലിമുകൾക്ക് തിരുവനന്തപുരം ദൂരദർശൻ അനുമതി നൽകുന്ന കാലമായിരുന്നു അപ്പോൾ. 1993 നവംബർ 26 സ്നേഹിതയുടെ സ്വിച്ച് ഓൺ നിശ്ചയിച്ചു. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് നീക്കി. സ്വിച്ച് ഓണിന് 4 ദിവസമുള്ളപ്പോൾ നവംബർ 22 രാവിലെ പതിവ് നടത്തത്തിനായിട്ട് ബക്കർജി പോയി. നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തി. എന്തുകൊണ്ടോ പതിവില്ലാത്തൊരു വിശപ്പ് എന്ന് അദ്ദേഹത്തിന് തോന്നി. നല്ല വിശക്കുന്നു, എനിക്ക് നല്ല വിശക്കുന്നു, എന്താണെന്ന് വെച്ചാൽ എടുക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നത്. സാധാരണ നടപ്പ് കഴിഞ്ഞാൽ ഈസി ചെയറിലിരുന്ന് കണ്ണടച്ച് അല്പം റിലാക്സ് ചെയ്യും. അന്നും അത് ചെയ്തു ആ ബ്രേക്ക്ഫാസ്റ്റ് വരാൻ വേണ്ടി. അനിത പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി. മേശപ്പുറത്ത് എല്ലാം നിരത്തിയപ്പോൾ ഇങ്ങ് കൊണ്ടുവന്ന് എനിക്ക് വാരിത്ത എന്നായി ബക്കർജി. പാവം, പതിവില്ലാത്തൊരു അവശത പോലെ. അപ്പോൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. ആ റിങ് കേട്ടപ്പോൾ ബക്കർജി അസ്വസ്ഥനായി.
ആരാണെങ്കിലും ഞാനില്ല എന്ന് പറയാൻ ബക്കർജി അനിതയുടെ ആംഗ്യം കാട്ടി. അനിതയുടെ ചുമലിൽ പിടിച്ച് അദ്ദേഹം കിടക്കയിലേക്ക് ചാഞ്ഞു. പിന്നെ ഒരിക്കലും ബക്കർജി ഉണർന്നില്ല. അനിതയുടെ കരച്ചിൽ കേട്ടവർ അദ്ദേഹത്തെ കോസ്മോ മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞ ആശുപത്രി ഉണ്ടല്ലോ, ആ ആശുപത്രിയിൽ എത്തിച്ചു. അവർ മരണം സ്ഥിരീകരിച്ചു. ആരവങ്ങളോ പൊതുദർശനമോ ഒന്നുമില്ലാതെ ബക്കറിനെയും കൊണ്ട് തൃശ്ശൂർക്ക് പോയി. പള്ളിയിലല്ല, ബക്കറിനെ വീട്ടിലാണ് സംസ്കരിച്ചത്. അധികം സുഹൃത്തുക്കൾ ആരും വന്നില്ല എന്നും അക്കാലത്ത് അനിതയ്ക്ക് പരാതിയുണ്ടായിരുന്നു. DYFI നടത്തിയ മനുഷ്യച്ചങ്ങലിലൊക്കെ ബക്കറിനെ പങ്കെടുപ്പിക്കാൻ ഓടിയെത്തിയ സുഹൃത്തുക്കളിലും സഖാക്കളിലും പലരും വന്നില്ല എന്നൊരു കുത്തും അക്കാലത്ത് അനിത പറയുമായിരുന്നു. നേരം വെളുത്ത് വരുമ്പോൾ മരണം സംഭവിച്ചാൽ വീട്ടുകാർക്ക് എത്രയും വേഗം നാട് പിടിക്കണം എന്ന് തോന്നും. അപ്പോൾ വേണ്ടപ്പെട്ട പലർക്കും എത്താനോ അവസാനമായി കാണാനോ ആകില്ല. ഉദാഹരണത്തിന് നമ്മുടെ നസീർ സാർ വെളുപ്പിന് മരിച്ചു. അതും മരിച്ചു പോകും എന്ന് ഉറപ്പായി മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് പെട്ടിയിലാക്കി വിമാനത്തിൻ്റെ അടിയിൽ സാധനങ്ങൾ കയറ്റുന്നിടത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പിടിച്ചു. വൈകുന്നേരത്തിന് മുന്നേ പള്ളിയിൽ അടക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രേം നസീർ ജീവിതത്തിൻ്റെ സിംഹഭാഗം ജീവിച്ച സിനിമാ നഗരത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ ആർക്കെങ്കിലും അവസാനമായി കാണാൻ ഇട നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശിവാജി ഗണേശനും NT രാമറാവും രാജ്കുമാറും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവസാനമായി തങ്ങളുടെ സുഹൃത്തിനെ കാണാൻ അവസരം കൊടുത്തില്ല. അതുപോലെ സംഭവിച്ചതാകാം ബക്കറിനും. ബക്കർജിയുടെ ഭാര്യ അനിതയുമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എപ്പോഴോ അത് നഷ്ടമായി. ബക്കർജിയുടെ കുറച്ച് പടങ്ങൾ ഞാൻ അവരോട് നിരന്തരം ചോദിച്ചിരുന്നു, ഫോട്ടോകൾ. അവരിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. വീട്ടിൽ വിളിച്ച് പറയാം, ഡ്രൈവറോട് എടുത്തു തരാൻ പറയാം, ഞാൻ നാട്ടിൽ വരുന്നുണ്ട് തരാം എന്നൊക്കെ പലതവണ പറഞ്ഞപ്പോൾ അനിത തരില്ല എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു. ഞാനത് മറന്നു. അനിത ബക്കർ പോയ ശേഷവും കുറച്ചു കാലം തലസ്ഥാനവാസിയായി ജീവിച്ചു. വിധവയായ ഒരു ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് ജീവിച്ചാൽ സംഭവിക്കാവുന്നതൊക്കെ അനിതയെ തേടി വന്നു. ബക്കർജിയുടെ അടുത്ത ചങ്ങാതിമാർ തന്നെ പതിവായി രാത്രിയിലൊക്കെ കുശല അന്വേഷണം തുടങ്ങി. ബാക്കി പറയണ്ടല്ലോ. വെള്ളവടി മാത്രമല്ല, ഞരമ്പിൻ്റെ അസുഖവും ഉള്ളവരായിരുന്നു ബക്കർജിയുടെ സുഹൃത്തുക്കളെന്ന് അപ്പോഴാകും അനിതയ്ക്ക് മനസ്സിലായത്. ബക്കർജി നന്നായി മദ്യപിക്കുമായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരിടത്തും ചെറ്റപ്പൊക്കാൻ പോകാത്ത മാന്യനായിരുന്നു ബക്കർജി. ഈ ശല്യത്തെപ്പറ്റി ബക്കറിൻ്റെ സുഹൃത്തായ മധുവൈപ്പനയോട് അനിത പരിഭവം പറഞ്ഞു. ഇത്തരം ചെറ്റകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അനിത മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് വൈപ്പന നിർദ്ദേശിച്ചു. ആ സമയത്താണ് മധുവൈപ്പനയുടെ ഒരു സുഹൃത്ത് വരുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. സംസാരത്തിനിടയിൽ സുഹൃത്ത് ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെക്കുറിച്ച് പറഞ്ഞു. അനിത ഞരമ്പന്മാരെ പറ്റി, ബക്കറിൻ്റെ സുഹൃത്തുക്കളായ അലവലാദികളെപ്പറ്റി പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ വൈപ്പന ഓർത്തു. അനിതയ്ക്ക് വൈപ്പന സ്വിറ്റ്സർലൻഡുകാരൻ സുഹൃത്തിൻ്റെ നമ്പർ കൊടുത്തു. അനിത സംസാരിച്ചു. അവർ സ്വിറ്റ്സർലൻഡിലേക്ക് പറന്നു. അവർക്ക് 2 നല്ല ആൺകുട്ടികൾ, നല്ല ചുണക്കുട്ടന്മാരായ 2 ആൺകുട്ടികളുണ്ടായി. ഒരു നാൾ ഈ 2ാം ഭർത്താവും മരിച്ചുപോയി. എന്നിട്ടും മക്കളോടൊപ്പം അനിത അവിടെ തന്നെ കഴിയുന്നു ഇപ്പോഴും. അനിതയുടെ ഫോട്ടോ കയറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഇതിലിടുന്നത് ശരിയല്ലല്ലോ. എന്നോട് നന്നായിട്ട് പെരുമാറുന്ന ആളായിരുന്നു. ആകെപ്പാടെ അവരെന്നെ പറ്റിച്ചത് ബക്കർജിയുടെ ഫോട്ടോ അയച്ചാൽ തരില്ല, തരാമെന്ന് പറയും. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം, എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചോളൂ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഡ്രൈവറെ വിളിച്ച് പറയാം, എറണാകുളത്ത് നിന്ന് ഫോട്ടോയൊക്കെ ആൽബത്തിൽ നിന്ന് എടുത്തോളൂ. പിന്നെ അവർ പറഞ്ഞ എല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്തു. അപ്പോൾ അവസാനം അവർക്ക് മനസ്സിലായി ഇവൻ ഫോട്ടോയും കൊണ്ടേ പോകുള്ളൂ. അവർ ആ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ ഞാനും വിളിക്കാൻ പോയില്ല. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നെ ഒരാൾ നാളെ
തള്ളിപ്പറയാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഞാൻ ഇന്നലെ തള്ളിപ്പറഞ്ഞു കളയും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഞാൻ പിന്നെ അനിതയെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും സ്വിറ്റ്സർലൻഡിൽ 2 മക്കളുമായി സുഖമായി ജീവിക്കട്ടെ അവർ. അത് കണ്ട് ബക്കറിൻ്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. ഒരു 8ാം ക്ലാസ് വരെ പഠിച്ചൊരു മനുഷ്യൻ സിനിമയിലെ സകല ജോലികളും ചെയ്ത് അവസാനം സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി. ഒരു കാലത്ത് ഈ ഉച്ചപ്പടങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന താടിക്കാരന്മാരുടെ അവാർഡ് സിനിമാക്കാരുടെ ബുദ്ധിജീവികളുടെ നേതാവായിരുന്നു ബക്കർജി. എന്നെ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയില്ല എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്ന ബക്കർജിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അനിത സന്തോഷമായി 2 മക്കളുമായി സ്വിറ്റ്സർലൻഡിൽ തന്നെ ജീവിച്ച് ജീവിതം അങ്ങനെ സന്തോഷസുരഭിലമായി കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.